ഡോക്ടർ അജയ്, നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ബ്രേക്കിൽ പ്ലക്സസ് ട്രീറ്റ്മെന്റ് സർജറിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ മിക്കവാറും ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്, ഒരു സർജറി നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ സർജറി ഒരു കോംപ്ലിക്കേറ്റഡ് ആണോ, അതിനെന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എന്താ ഡോക്ടർ അജയുടെ ഒരു എക്സ്പ്ലനേഷൻ ഇതില്? ബ്രേക്കിയൽ പ്ലക്സസ് സർജറിക്ക് അതിനോട് പ്രത്യേക റിസ്ക് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് മറ്റ് ഒരു വ്യക്തി ഒരു ആക്സിഡന്റിൽ പെട്ട് കാലൊടിഞ്ഞു വരുന്നു, അപ്പൊ നമ്മൾ അതിന്റെ ഓർത്തോ സർജറി പ്ലേറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഞരമ്പുകൾ, അതായത് നെർവ്സ്, അതിന്റെ സർജറിയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു അനസ്തേഷ്യ ടീമുണ്ട്. നമ്മൾ 3 മാസം പ്രായമുള്ള കുട്ടികളിൽ വരെ സർജറി സക്സസ്ഫുള്ളി ചെയ്തു വരുന്നു. അപ്പൊ നമ്മുടെ അനസ്തേഷ്യ ടീം, പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU ടീം, പിന്നെ നമ്മുടെ ടീം പ്ലാസ്റ്റിക് സർജൻസ് ടീം, നമ്മളൊരു 7 പ്ലാസ്റ്റിക് സർജൻസിന്റെ ഒരു ടീമാണ്. അപ്പോൾ ഒരു ടീം വർക്കാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം സ്മൂത്തായി ഇതുവരെ പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേത് സർജറിയുടെയും ചെറിയ റിസ്കുകൾ ആണ് ഇതിലും വരുന്നത്. എക്സ്ട്രാ കൂടുതലായിട്ട് പേടിക്കേണ്ട ആവശ്യങ്ങളില്ല.